ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ദിനാസ് ക്ലാസ്സസ്. അപ്പം നമ്മൾ എയ്ത്തിലത്തെ തേർഡ് ലെസൻ്റെ ലാസ്റ്റ് പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അതിനേക്കാൾ മുന്നേ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് എന്താ പറയുക, ഇതിപ്പോൾ 9th പ്രോബ്ലമാണ്. 8th പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വേഗം ചെയ്തു തുടങ്ങാം. ഓക്കെ, ഇൻ ദ ഫിഗർ ABCDEF, വളരെ ഈസി ആയല്ലേ. ABCDEF ഈസ് എ റെഗുലർ ഹെക്സഗൺ. ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. പ്രൂവ് ദാറ്റ് ACDF ഈസ് എ റെക്ടാങ്കിൾ. ACDF ഒരു റെക്ടാങ്കിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തത് അതൊരു ട്രയാങ്കിൾ ആണെന്നാണ്, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പം നമ്മൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് പ്രൂവ് ചെയ്തു. ഇതിപ്പോൾ ഒരു റെക്ടാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. റെക്ടാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ആംഗിൾസ് എല്ലാതും 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നമുക്കിതൊരു റെക്ടാങ്കിൾ ആണ് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സ്റ്റെപ്പൊക്കെ അതേപോലെ തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ ഒന്ന് എടുക്കാം. ഇൻ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABCയിൽ എന്താണ്, AB ഈക്വൽ ടു AC. AB ഈക്വൽ ടു AC എന്താ വരാൻ കാരണം, സൈഡ്സ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൻ്റെ സൈഡ് ആയ കാരണം കൊണ്ട് രണ്ട് സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആംഗിൾ BAC എന്ന് പറയുന്നതും ആംഗിൾ BCA എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇതിൽ ഫസ്റ്റ് ലെസണിൽ പഠിച്ചിട്ടാണ്. ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആംഗിൾ ആയിരിക്കും ഈക്വൽ ആകുന്നത്, therefore ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BCA. ഓക്കെ, ഈ BAC എന്ന് പറയുന്നത് തന്നെയാണ് BCA. therefore ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BCA. രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ആംഗിൾ B എത്രയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ B എന്ന് പറയുന്നത് ഈ ഹെക്സഗൻ്റെ ABCDEF എന്ന് പറയുന്ന ഹെക്സഗൻ്റെ ഒരു ആംഗിളാണ്. ഒരു റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ നമുക്കറിയാം എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നറിയാം. അതായത് ഹെക്സഗൺ ആകുമ്പോൾ ഓരോ ആംഗിൾ 120 ഡിഗ്രിയാണ്. നമ്മൾ 6th ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ കിട്ടണമെന്നുള്ളത്. ആ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് സം ഓഫ് ഓൾ ആംഗിൾസ് കാണാം, n-2 × 180 വെച്ചിട്ട് എല്ലാ ആംഗിൾസും കാണാം, എന്നിട്ട് ഒരു ആംഗിൾ കണ്ടുപിടിക്കുക കേട്ടോ. അത് 6th ക്വസ്റ്റ്യനിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്യുന്നില്ല. ആംഗിൾ ABC ഈക്വൽ ടു എന്താണ്, 120 ഡിഗ്രി. എന്തുകൊണ്ടാണ്, ഞാൻ ഇത്തിരി ഇങ്ങോട്ട് നീക്കി എഴുതാം. ആംഗിൾ ABC ഈക്വൽ ടു 120 ഡിഗ്രി. എന്തുകൊണ്ടാണ്, ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 120 ഡിഗ്രിയാണ്. ഓരോ ആംഗിളും 120 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് 120 ഡിഗ്രി കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇനി നേരത്തെ ഈ എയും ഈ സിയും കണ്ടുപിടിക്കാമല്ലോ. ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ നമ്മൾ എഴുതാം ഇൻ ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ CAB പ്ലസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ BCA ഈക്വൽ ടു 180 ഡിഗ്രി. ABC എത്രയാണെന്ന് നമുക്കറിയാം, 120 ഡിഗ്രി ആണെന്ന് അറിയാം. പിന്നെ ആംഗിൾ BAC എന്ന് പറയുന്നതും ആംഗിൾ BCA എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. ആംഗിൾ നമ്മൾ BAC എന്ന് പറയുന്നതും BCA എന്ന് പറയുന്നത് സെയിം ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. CABയും BCAനെയും നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ CABക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നു, BCA എന്ന് എഴുതുന്നു. ഓക്കെ, ആംഗിൾ BCA പ്ലസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ BCA അത് അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ BCA പ്ലസ് ആംഗിൾ BCA 2 ആംഗിൾ BCA പ്ലസ് ABC എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് നമുക്കറിയാം, പ്ലസ് 120 degree equal to 180 degree. Therefore, angle BCA equal to
180 മൈനസ് 120 അല്ലേ, ഈ 120 ഇങ്ങോട്ട് പോകുമ്പോൾ 80, അപ്പോൾ 60 ആവും. 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഈ 2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി സി എ 30 ഡിഗ്രി ആണെന്ന് കിട്ടി. അത് അപ്പോൾ ദെർഫോർ ആംഗിൾ ബി എ സി ഈക്വൽ ടു 30 ഡിഗ്രി. രണ്ട് ആംഗിളും സെയിം ആണെന്ന് അറിയാം. അപ്പോൾ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ആംഗിളും 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഈ ആംഗിളിൻ്റെ കാര്യം എടുക്കാമല്ലോ. സിമിലർലി എങ്ങനെ പറയാൻ പറ്റും? സിമിലർലി ഏതൊക്കെ ആംഗിളുകളാണ്? ആംഗിൾ ഇ എഫ് ഇൻ ട്രയാങ്കിൾ ഇ എഫ് ഡി, ട്രയാങ്കിൾ ഇ എഫ് ഡിയിലെ ഏതൊക്കെ ആംഗിളുകളാണ്? ആംഗിൾ ഇ എഫ് ഡി ഈക്വൽ ടു ആംഗിൾ ഇ ഡി എഫ്, ഇ എഫ് ഡി ഈക്വൽ ടു ആംഗിൾ ഇ ഡി എഫ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇതേപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ഇവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എങ്ങനെയാണ്? ആംഗിൾ ഇ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പുറത്തെയും ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ 30 ഡിഗ്രി കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം ഇവിടെ 90 ഡിഗ്രി ആണ് നമുക്ക് കിട്ടാൻ വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ എഫ് എ ബി, എഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ എ ഫുള്ള്, ആംഗിൾ എഫ് എ ബി, ഈ ആംഗിൾ എ ഫുള്ള് ഈക്വൽ ടു 120 ഡിഗ്രി. എന്തുകൊണ്ടാണ് ഇത് എങ്ങനെ 120 ഡിഗ്രി കിട്ടിയത്? അതായത് ഈ ഹെക്സഗന്റെ ഒരു ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇവിടെ എഴുതിയ പോലെ ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗന്റെ ഓരോ ആംഗിളും എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എഫ് എ ബി എന്ന് പറയുന്നത് ഏതൊക്കെ കൂടി ആംഗിൾ ആഡ് ചെയ്താണ്? ആംഗിൾ എഫ് എ സി, അതായത് എഫ് എ സി ഈ ആംഗിള് പ്ലസ് ആംഗിൾ സി എ ബി, ആംഗിൾ സി എ ബി, അതായത് ഈ എഫ് എ ബി എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, എഫ് എ സി യു ആക്കി, സി എ ബി ഈക്വൽ ടു 120 ഡിഗ്രി. എഫ് എ സി അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എഫ് എ സി ഈക്വൽ ടു 120 ഡിഗ്രി. ഈ സി എ ബി എത്രയാണ് നമുക്ക് കിട്ടിയത്? സി എ ബി നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? സി എ ബി എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 30 ഡിഗ്രി. 120 മൈനസ് 30 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഒരു ആംഗിൾ ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 90 ഡിഗ്രിയാണ് കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ആംഗിളുകളും പറയാൻ പറ്റുമല്ലോ. സിമിലർലി ഇതേപോലെ തന്നെ ആംഗിൾ, ഏത് ആംഗിളാണ്? എ സി ഡി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി വേറെ ഏത് ആംഗിളാണ്? ആംഗിൾ സി ഡി എഫ് ഈക്വൽ ടു 90 ഡിഗ്രി. അതേപോലെ തന്നെ ആംഗിൾ ഡി എഫ് എ ഈക്വൽ ടു ആംഗിൾ ഡി എഫ് എ ഈക്വൽ ടു 90 ഡിഗ്രി. ഇതേപോലെ തന്നെ നമുക്ക് മറ്റെല്ലാ ആംഗിളുകളും 90 ഡിഗ്രിയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ therefore റെക്റ്റാങ്കിൾ എ സി ഡി, സോറി കാണുന്നില്ല അല്ലേ. therefore നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ സി ഡി എഫ്, therefore എ സി ഡി എഫ് ഈസ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, ഒരെണ്ണം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ മറ്റുള്ളത് എല്ലാതും ഇതേപോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതെങ്ങനെ കണ്ടുപിടിച്ചതെന്നുള്ളത്. ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണെന്ന് അറിയാം. അപ്പോൾ റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു രണ്ട് സൈഡുകൾ ഈക്വൽ ആയാൽ അത് ഒരു ട്രയാങ്കിൾ എടുത്തു. ആദ്യം തന്നെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ നമുക്ക് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? ഒരു ഹെക്സഗന്റെ ഒരു ആംഗിൾ, റെഗുലർ ഹെക്സഗന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ആംഗിൾസും കിട്ടി. ഈ രണ്ട് ആംഗിളും കൂടി കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ആംഗിൾ കിട്ടുമല്ലോ. അതായത് 120യിൽ നിന്ന് ഈ ആംഗിൾ 30 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആംഗിൾ എ കിട്ടി. അതേപോലെ തന്നെ ആംഗിൾ സി എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 120 ഡിഗ്രിയാണ്. അതിൽ നിന്ന് ഈ 30 ഡിഗ്രി കുറയ്ക്കുക. ആംഗിൾ ഡി എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 120 ഡിഗ്രിയാണ്. അതിൽ നിന്ന് ഇവിടുത്തെ ആംഗിൾ കുറയ്ക്കുക. ഇവിടെയും അതുപോലെ ടോട്ടലായിട്ടുള്ളതിൽ നിന്ന് 120യിൽ നിന്ന് ഈ 30 കുറച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി എല്ലാതിൻ്റെയും കിട്ടും. ആദ്യത്തേത് മാത്രം ചെയ്യുക, എന്നിട്ട് സിമിലർലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ,
അപ്പോൾ ഈ 4 ആംഗിളും 90 ഡിഗ്രി ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അതേപോലെ തന്നെ, അതായത് 8th പ്രോബ്ലം ചെയ്ത ഏകദേശം അതേപോലെ തന്നെയാണ് നമുക്ക് 9th പ്രോബ്ലം. മറ്റേത് നമ്മൾ ട്രയാങ്കിൾ ആണ് പ്രൂവ് ചെയ്തു, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് പ്രൂവ് ചെയ്തു, 60 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്തു, ഇതിൽ 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ലെസൺ നമ്മൾ ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ഇനി അടുത്ത ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരയ്ക്കും. ബൈ.